ിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്നൊരു മെസ്സേജ്, അത് ലവ് റിലേഷൻഷിപ്പ് റീഡിങ് തന്നെയാണ് എടുക്കുന്നത്. ഇന്ന് രണ്ടെണ്ണം, ഒന്ന് ഞാൻ ഇട്ടിട്ടുണ്ട്, അത് എൻ്റെ കൂട്ടത്തിൽ ഒരെണ്ണം കൂടെ സമയം കിട്ടി, അതുകൊണ്ട് എടുക്കാം. നമുക്ക് കിട്ടിയിരിക്കുന്നത്, അതായത് നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടെന്നുള്ളതാണ് നമുക്കിന്ന് കിട്ടിയിരിക്കുന്നത്. കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയിരിക്കുന്ന ചില മിസ്റ്റേക്സ് കാര്യങ്ങൾ, അതിൽ നിങ്ങളുടെ വ്യക്തിയുടെ റോൾ എന്തായിരുന്നു, അല്ലെങ്കിൽ വ്യക്തിക്ക് പറ്റിയ അപാകത എന്തായിരുന്നു, നിങ്ങളുടെ ലൈഫിൽ എന്താണ് സംഭവിച്ചു പോയത്, ഇതെല്ലാം ഇപ്പോൾ ഓർത്തെടുക്കുന്നു, അത് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. ഇതൊക്കെയാണ്. ഓക്കെ, നമുക്ക് നോക്കാം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക്, കമൻറ്റ്, ഷെയർ എല്ലാം ചെയ്യണം, ഹൈപ്പ് ചെയ്യണം. ഓക്കെ, ആദ്യത്തെ കാർഡ് കിട്ടിയിരിക്കുന്നത് നെഗ്ലക്റ്റഡ് എന്നാണ്. നിങ്ങളെ പലപ്പോഴും നെഗ്ലക്റ്റ് ചെയ്തിരിക്കുന്നത്, അതായത് ഐ ഫെൽറ്റ് ടു ഗീവ് യു വാട്ട് യു നീഡ്. നിങ്ങൾക്ക് ആവശ്യമുള്ള പല കാര്യങ്ങളും തന്നിട്ടില്ല എന്ന് കുറ്റബോധം ഉണ്ട്. ആ കുറ്റബോധം ഇപ്പോൾ നല്ല രീതിയിൽ കാണിക്കുന്നു എന്നാണ്. ഓക്കെ, പിന്നെ റണ്ണർ ആയിരുന്നു ഞാൻ എന്ന് പറയുന്നുണ്ട്. എന്താണ് റണ്ണറാകാൻ കാരണം? ഐ ഡോണ്ട് വാണ്ട് ടു റൺ എനിമോർ എന്നിപ്പോൾ പറയുന്നു. അന്ന് ഞാനൊരു റണ്ണർ എന്ന് പറയുന്ന ആ ഒരു അവസ്ഥയിലായിരുന്നു. എന്നാൽ ഇപ്പോൾ ഞാൻ അത് ആഗ്രഹിക്കുന്നില്ല. കാരണം യു മെയ്ഡ് മീ റിയലൈസ് മൈ ഫ്ലോസ്. എൻ്റെ ഒരുപാട് തെറ്റുകൾ, എൻ്റെ കയ്യിലുണ്ടായിരുന്ന തെറ്റുകൾ, നീ ഇങ്ങനെയായിരുന്നു, നീ ചെയ്തത് ശരിയായിരുന്നില്ല എന്നൊക്കെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ പറഞ്ഞു കൊടുത്തിരുന്നു എന്നാണ്. എന്നാൽ പലപ്പോഴും വി ആർ ബോത്ത് ഹർട്ടിങ് ഫ്രം ദിസ്. ഈ കാര്യം പറഞ്ഞ് നിങ്ങൾ നല്ല പോലെ സ്റ്റണ്ട് കൂടിയിട്ടുണ്ടെന്ന് കാണിക്കുന്നുണ്ട്. അതായത് നല്ല പോലെ വഴക്കുണ്ടാക്കിയിരുന്നു രണ്ടുപേരും, അങ്ങോട്ടും ഇങ്ങോട്ടും ഹർട്ട് ചെയ്തിരുന്നു. അതായത് സ്നേഹം കൂടുമ്പോഴാണ് അല്ലേ ഈ ഹർട്ടിങ് ഒക്കെ വരുന്നത്. അപ്പോൾ അതവിടെ സംഭവിച്ചു പോയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ഒരുപാട് മിസ്റ്റേക്കുകൾ വന്നിട്ടുണ്ടെന്ന് പറയുന്നു. ഐ വിഷ് ഐ കുഡ് റൈറ്റ് മൈ റോങ്സ്. എൻ്റെ റോങ്സൊക്കെ എനിക്ക് തിരുത്തണമെന്ന് ആഗ്രഹമുണ്ട് ഇപ്പോൾ എന്നാണ് പറയുന്നത്. അപ്പം പറയുന്നുണ്ട് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടായിരുന്നു എന്നും പറയുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ പുറകിൽ ഉണ്ടായിരുന്ന വിഷയം എന്ന് പറഞ്ഞാൽ റെസ്പോൺസിബിലിറ്റീസാണ്. ഐ ഹാവ് ടു ടേക്ക് കെയർ ഓഫ് മൈ ഫിനാൻഷ്യൽ ആൻഡ് ഇമോഷണൽ നീഡ്സ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ജീവിതത്തിൽ ഒരുപാട് ഫിനാൻഷ്യൽ പ്രോബ്ലം ഉണ്ടായിരുന്നു. പിന്നെ ഫാമിലി എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റ് ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു ബന്ധം എന്ന് പറയുമ്പോൾ എക്സ്ട്രാ മാരിറ്റൽ ആണ് എന്ന് തന്നെയാണ് കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് എൻ്റേതായ അത്തരം പ്രശ്നങ്ങളുള്ളത് കൊണ്ട് നീ ആഗ്രഹിക്കുന്ന രീതിയിൽ എനിക്ക് നിന്നിലേക്ക് വരാൻ കഴിഞ്ഞിരുന്നില്ല എന്നാണ് പറയുന്നത്. ബീങ് അവേ ഫ്രം യു ഹാസ് അലൗഡ് ടു മീ ഗെയിൻസ് ക്ലാരിറ്റി. അപ്പോൾ നീ എന്നിൽ നിന്ന് വിട്ടുപോയി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് അത് ശരിക്കും മനസ്സിലായത് എന്നിപ്പോൾ പറയുന്നുണ്ട്. ഐ ഫീൽ അൺക്ലിയർ അബൌട്ട് വെയർ വി സ്റ്റാൻഡ്. ഇപ്പോൾ നമ്മൾ എവിടെയാണ് നിൽക്കുന്നത് എന്നതിനെക്കുറിച്ച് എനിക്ക് യാതൊരു ധാരണയുമില്ല എന്ന് പറയുന്നുണ്ട്. ഐ എം ഓൾവേസ് ലോങ്ങിങ് ഫോർ യു. നിങ്ങളില്ലാതെ കഴിയില്ല എന്ന് തന്നെയാണ്. കാരണം വെച്ചാൽ അവിടെ എപ്പോഴും ഡേ ഡ്രീം കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. ഡിസ് എഗ്രിമെൻറ്റ്സ് പറയുന്നത് ഐ വിഷ് യു അണ്ടർസ്റ്റുഡ് ഹൗ ഐ ഫീൽ എന്ന് പറയുന്നുണ്ട്. ഫുൾ ഫീൽ. അപ്പോൾ എന്താണ് കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ നീ മനസ്സിലാക്കും, അല്ലെങ്കിൽ എന്നെ നീ മനസ്സിലാക്കണമെന്ന് ഞാൻ വളരെയധികം ആഗ്രഹിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. നിങ്ങളുടെ വാല്യൂസ് മനസ്സിലാക്കുന്നുണ്ട്. വി ഹാവ് ടു മെനി ഡിഫറൻസസ്. നമ്മൾ ഒരുപാട് ഡിഫറൻസസ് ഉണ്ട് എന്ന് പറയുന്നുണ്ട്. എന്നാലിപ്പോൾ ഞാൻ ഇത്തിരി ഡിറ്റാച്ച്മെൻറ്റിൽ നിൽക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെ സംഭവിച്ചിട്ട് ഇപ്പോൾ ഡിറ്റാച്ച്മെൻറ്റിൽ നിൽക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളോടുള്ള ആ ശരിക്കുള്ള ആ ഒരു മനസ്സിലുള്ളത് ഇത്രയുമൊക്കെയാണ് ഇപ്പോൾ പറഞ്ഞതൊക്കെയാണ്. എന്നാൽ ഞാനിപ്പോൾ കുറച്ച് ഡിറ്റാച്ച്മെൻറ്റിൽ നിൽക്കുന്നു എന്ന് പറയുന്നുണ്ട്. കാരണം ഐ ഹാഡ് ടു ലെറ്റ് ദിസ് ഗോ സോ ഐ കുഡ് ക്ലിയർ മൈ മൈൻഡ് എന്നാണ്. അപ്പോൾ നമ്മുടെ മനസ്സ് എന്തൊക്കെ പറഞ്ഞാലും ഇതൊക്കെയാണെങ്കിലും പെട്ടെന്ന് നമുക്കങ്ങോട്ട് വീണ്ടും അങ്ങോട്ട് കയറി വരാൻ ഒരു ചമ്മലും ചെളുപ്പും ഒക്കെ ഉണ്ടാവും അല്ലേ. കാരണം വെച്ചാൽ നിങ്ങളെ മറക്കാൻ കഴിയുന്നില്ല എന്നൊക്കെ സത്യം തന്നെയാണ്. പക്ഷേ ഞാൻ കുറച്ചെൻ്റെ മൈൻഡിനെ ഒന്ന് ക്ലിയർ ചെയ്തിട്ട് ഒന്ന് ബോൾഡായിട്ട് ഞാൻ വരാം എന്നാണ് കമ്മിറ്റ്മെൻറ്റ് പറയുന്നുണ്ട്. ഐ വാണ്ട് യു ടു ബി എ പാർട്ട് ഓഫ് മൈ ഫ്യൂച്ചർ. എൻ്റെ ജീവിതത്തിൽ നീ ഇല്ലാതെ എനിക്ക് മുൻപോട്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് തന്നെയാണ്. അപ്പോൾ ഇതെന്തൊക്കെ പറഞ്ഞാലും നിങ്ങളില്ലാതെ ആൾക്ക് കഴിയില്ല എന്ന് പറയുന്നുണ്ട്. ഹിയർ ഷീ കേട്ടോ. മെൻഷൻ ഐ വാണ്ട് ടു ഫിക്സ് അവർ കണക്ഷൻ. നമ്മുടെ കണക്ഷൻ അത് ഫിക്സ് ആക്കണമെന്ന്, അല്ലെങ്കിൽ അത് സ്ഥിരമാക്കി കൊണ്ടുപോകണമെന്നാണ് എൻ്റെ ആഗ്രഹം എന്ന് പറയുന്നുണ്ട്. ഇവിടെ റീയൂണിയൻ പറയുന്നുണ്ട് കേട്ടോ. വി വിൽ ഓൾവേസ് കം ബാക്ക് ടു ഈച്ച് അതർ. നമ്മളത് ആൾ റീയൂണിയൻ എന്ന് പറയുമ്പോഴേ ഇതൊന്ന് വളരെ കോൺഫിഡൻ്റ് ആയിട്ടാണ് പറയുന്നത്. അത് സംഭവിക്കുമെന്നാണ് പറയുന്നത്. കാരണം എനിക്ക് അങ്ങനെയല്ലാതെ കഴിയില്ല
ജീവിതത്തിൽ അതെന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത് നമുക്ക് നോക്കാം. സോൾ കോൺട്രാക്റ്റ് ആണെന്നാണ് പറയുന്നത്. ദ ലെസൺസ് ഐ ലേൺ ഫ്രം അസ് വിൽ നെവർ ബി ഫോർഗോട്ടൻ. അങ്ങോട്ടും ഇങ്ങോട്ടും മറക്കാൻ കഴിയില്ല എന്നുള്ളതാണ് അതിൻ്റെ സത്യം. കാരണം നമ്മുടെ സോൾ കോൺട്രാക്റ്റ് നടന്നിരിക്കുന്നു എന്നാണ് നമ്മളെപ്പോഴും പറയാറുണ്ട് അല്ലേ, സോൾ കോൺട്രാക്റ്റ് എന്ന്. എന്താണ് ഈ സോൾ കോൺട്രാക്റ്റ്? സോൾ കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ പലരും ചോദിക്കാറുണ്ട്, അതുകൊണ്ട് പറയുകയാണ്. പിന്നെ എന്താണ് സോൾ കോൺട്രാക്റ്റ്? നമ്മൾ പിന്നെ അതൊക്കെ നമ്മളുടെ മിത്തായിരിക്കാം ഒരു പക്ഷേ. എന്ന് വെച്ചാൽ നമ്മൾ പിന്നെ ഏതായാലും ഭൂമി എന്ന് പറയുന്നത് നമ്മളെ വാസസ്ഥലം മാത്രമാണ് അല്ലേ. നമ്മളുടെ യഥാർത്ഥ ഗ്രഹം ഇതല്ലെന്നാണ് പറയുന്നത്. കാരണം നമ്മളെല്ലാം സോൾസാണ്. അതാണ് ഡിയർ ബ്യൂട്ടിഫുൾ സോൾസ് എന്നെപ്പോഴും ഞാൻ പറയുന്നത്. കാരണം സോൾസാണ് നമ്മൾ. ഇവിടെ ബോഡി എടുത്തു, നമ്മളിവിടെ വന്നു, നമ്മളുടെ കുറേ കർമ്മങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. നമ്മൾ കഴിഞ്ഞ ജന്മങ്ങളിൽ അനുഭവിച്ച കുറേ പിന്നെ കാര്യങ്ങൾ വീണ്ടും നമ്മളിവിടെ അതിൻ്റെ ബാലൻസായിട്ട് ചെയ്തു തീർക്കാനുണ്ട്, അത് അനുഭവിക്കാനുണ്ട്. കുറേ ചെയ്തു പോയ തെറ്റുകൾ തിരുത്തി വീണ്ടും നമ്മളുടെ സോളിനെ നമ്മൾ പ്യൂരിഫൈ ചെയ്യേണ്ടതുണ്ട്. പ്യൂരിഫിക്കേഷൻ്റെ ഭാഗമായിട്ട് ഇവിടെ കുറേ ലെസൺസ് നമ്മൾ അനുഭവിക്കാനുണ്ട്. ഇതെപ്പോഴും പറയും ഡിവൈനിൻ്റെ പ്ലാനാണ്, ഡിവൈൻ്റെ പ്ലാനാണ്, ഇതൊക്കെ നമ്മൾ പറയാറുണ്ട്. അതെന്തുകൊണ്ടാണ് നമ്മൾ അനുഭവിക്കണം എന്ന് പറയുന്നത്? നമ്മളുടെ പിന്നെ ആത്മാവ് ശുദ്ധീകരിക്കേണ്ടതുണ്ട്. നമ്മൾ മനുഷ്യരായിട്ട് ഇവിടെ ഭൂമിയിൽ ജനിച്ചു കഴിയുമ്പോൾ നമ്മൾ എല്ലാം ക്ലിയർ ആയിട്ടല്ല നമ്മൾ ചെയ്യുന്നത്. നമ്മളുടെ കർമ്മങ്ങൾ എപ്പോഴും നമ്മൾ ക്ലിയർ ആയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾക്ക് വീണ്ടും വീണ്ടും ജനനത്തിൻ്റെയും മരണത്തിൻ്റെയും ഒന്നും ആവശ്യം വരുന്നില്ല. എന്നാൽ ഇവിടെ അങ്ങനെയല്ല. അപ്പോൾ വീണ്ടും ഒരു ജനനം അല്ലെങ്കിൽ ഒരു ജന്മം നമുക്ക് കിട്ടുമ്പോൾ അവിടെ ആ സോൾസ് തമ്മിൽ കോൺട്രാക്റ്റ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ആ കോൺട്രാക്റ്റാണ് ഇവിടെ കാണിച്ചത്. അപ്പോൾ അത് ഇത്ര കാര്യങ്ങൾ എൻ്റെ ലൈഫിൽ ഇപ്പം ഞാൻ അനുഭവിപ്പിച്ചുകൊണ്ടും അതായത് ഈ വ്യക്തിയെ അനുഭവിപ്പിച്ചുകൊണ്ടും ഈ സോൾ കോൺട്രാക്റ്റിൽ ഒപ്പുവെച്ചിട്ടാണ് പോലും നമ്മളിവിടെ വരുന്നത് എന്നാണ് പറയുന്നത്. നമുക്കൊന്നും ഇതിനനുഭവമൊന്നുമില്ല, പറഞ്ഞു കേട്ടുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള പല വായനകളിലൂടെയും കിട്ടുന്ന അറിവുകൾ വെച്ച് പറയുകയാണ്. പിന്നെ അതുകൊണ്ട് ഈ കോൺട്രാക്റ്റിൽ നമ്മൾ ഒപ്പിട്ടിട്ടാണ് വരുന്നത്. അതുകൊണ്ട് ഇത് നമ്മൾ അനുഭവിച്ചേ പറ്റൂ. അപ്പം നമ്മളുടെ ജീവിതത്തിൽ വരുന്ന ഇത്തരം കാര്യങ്ങൾ എന്തുകൊണ്ടാണ് വരുന്നത് എന്ന് വീണ്ടും നമ്മളിങ്ങനെ ചോദിക്കും. ഞാൻ ആർക്കും ഒരു ദ്രോഹവും ചെയ്തില്ലല്ലോ. പിന്നെ ശരിയാണ്, ഈ ജന്മം നമ്മൾ ആർക്കും ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല. വീണ്ടും നമ്മൾ അനുഭവിക്കുന്നത് നമ്മുടെ സോളിനെ ഇത് ക്ലിയർ ആക്കുകയാണ് ഇവിടെ ഡിവൈൻ ചെയ്യുന്നത് എന്ന് മാത്രമേ നമുക്കിവിടെ പറയാനുള്ളൂ. കൂടുതൽ അതിനകത്ത് വിശദീകരിക്കാനോ ഒന്നും എനിക്കാവതില്ല. എനിക്കിത്രയുമാണ് എൻ്റെ അറിവ്. അത് ഇവിടെ നിങ്ങൾക്ക് തരുന്നു. ഇവിടെ സോൾ ടൈ കാണിക്കുന്നുണ്ട്. ഐ ഓൾവൈസ് ഫീൽ കണക്റ്റഡ് ടു യു. നിന്നോട് എപ്പോഴും എനിക്ക് എന്താണുള്ളത്, ഒരു ഫീൽ ഉണ്ട്. എന്താണ് അത്? കണക്ട് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അത് സോൾ ടൈ ആണ്. നമ്മളുടെ സോൾസ് തമ്മിൽ ആരും കെട്ടിവെച്ചിരിക്കുകയാണ്. അങ്ങനെ കെട്ടിവെച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇങ്ങനെ കെട്ടിവെച്ചിരിക്കുന്നത് അത് നമ്മളാണോ കെട്ടിവെച്ചത്? അല്ല, ഈ സോൾസ് തമ്മിൽ. കാരണം വെച്ചാൽ നമുക്ക് എന്തെല്ലാം വിഷമങ്ങൾ നമുക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിലും ആ വ്യക്തിയെ മറക്കാൻ കഴിയില്ല എന്ന് പറയും നമ്മൾ. ചിലപ്പോഴല്ലേ ചിലരുടെയൊക്കെ കാര്യങ്ങളിലും അങ്ങനെ പറയാറില്ലേ നമ്മൾ. കാരണം വെച്ചാൽ എന്തൊക്കെ കാണിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ശരിക്കും അങ്ങോട്ട് മറക്കാൻ കഴിയുന്നില്ല. കാരണം അത്രയും സ്നേഹിച്ചു പോയി ഞാൻ. ആ സ്നേഹം അങ്ങോട്ട് വരുമ്പോഴല്ലേ ആ ഓർക്കുമ്പോൾ ഉണ്ടല്ലോ എല്ലാം മറന്നു പോവുകയാണ്. കാരണം വെച്ചാൽ ഇതാണ് സോൾ ടൈ ആണത്. ആ ടൈ നമ്മളെ കെട്ടിവെച്ചിരിക്കുന്നത് നമ്മളല്ല, അത് ഡിവൈനാണ്. അതാണ് അദ്ദേഹത്തിൻ്റെ പദ്ധതിയാണ് എന്നിവിടെ നമ്മൾ പലപ്പോഴും പറയുന്നത്. നമുക്ക് ഇന്ന് നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഇങ്ങനെയുള്ള എനർജിയുള്ള ആരെങ്കിലുമൊക്കെ നമ്മുടെ പിന്നെ ഈ ടീമിലുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് റെസനേറ്റ് ആവുകയാണെങ്കിൽ മാത്രം നിങ്ങൾ അത് പിന്നെ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. ഞാൻ പിന്നെ നമ്പർ കൊടുക്കുന്നുണ്ട്. പേഴ്സണൽ റീഡിങ്ങിന് ആവശ്യമുള്ളവർക്ക് വരാം. ഓക്കെ, പിന്നെ ഗുഡ് നൈറ്റ്. ഞാൻ രാത്രിയാണ് ഇത് എടുക്കുന്നത്. കാരണം എനിക്ക് സമയം കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട്, എങ്കിലും ഞാൻ എടുത്തതാണ്. ഓക്കെ, എല്ലാവർക്കും നല്ലത് വരട്ടെ. താങ്ക് യു യൂണിവേഴ്സ്.